രാത്രി അതിൻ്റെ പൂർണ്ണതയിലെത്തി നിന്നു. ചുറ്റിനും ഇരുട്ട് കാട്ടുവള്ളി പോലെ പടർന്നു പിടിച്ചു. നിലാവ് പോലും ഭയന്നു മാറി നിന്ന ആകാശത്ത് ഒറ്റ നക്ഷത്രം മാത്രം കത്തി നിന്നു. മഞ്ഞുകാറ്റ് പതുക്കെ വീശി തുടങ്ങി. ആളൊഴിഞ്ഞ വിജനമായ അന്തരീക്ഷം. കുറച്ചകലെ 5 പേര് മുങ്ങി മരിച്ച പാലത്തിനു മുകളിൽ അയാൾ ഒറ്റയ്ക്ക് നിന്നു. അയാൾക്ക് ചുറ്റും നിശബ്ദത കനത്തു. വഴിയരികിൽ അയാളുടെ ബുള്ളറ്റ് അതിൻ്റെ ഉടമസ്ഥനെയും പ്രതീക്ഷിച്ച് കാറ്റിൽ വിറങ്ങലിച്ച് കിടന്നു. അയാൾ ഒരു സിഗരറ്റിന് തീ കൊടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. ഇരുട്ടണഞ്ഞാൽ ആരും പോകാൻ മടിക്കുന്ന ഇടം. മുങ്ങി മരിച്ച 5 പേരുടെ ആത്മാക്കൾ രാത്രി ഇവിടെ അലഞ്ഞു തിരിയുന്നെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമായിരിക്കുമോ? അയാൾ വെറുതെ മനസ്സിൽ ചിന്തിച്ചു. ആ ആത്മാക്കൾ ഇരുട്ടിലൂടെ അലഞ്ഞു തിരിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ രാത്രിയുടെ ഏകാന്തതയിൽ അവരാരെയായിരിക്കും തേടുന്നത്? എന്തായിരിക്കും അവർക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്? സഫലമാവാത്ത ഏതാഗ്രഹമായിരിക്കും അവർ ഈ മണ്ണിൽ ബാക്കി വെച്ചിട്ട് മടങ്ങിയത്? ആരോടാണ് അവർക്ക് പകവീട്ടാനുണ്ടായിരുന്നത്? അയാളുടെ സിഗരറ്റിന്റെ പുക ഇരുട്ടിൽ വെളുത്ത രൂപങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ അയാളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അടുത്ത സുഹൃത്തായിരുന്നു ജിത്തു. ഹലോ. എടാ ഹരി, നീ ഇത് എവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ട്. എടാ, നീ എൻ്റെ കൂടെ ഉണ്ടോയെന്നറിയാൻ നിൻ്റെ അമ്മ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നും പറഞ്ഞു. അതാ ഞാൻ നിന്നെ വിളിച്ചേ. അമ്മ എന്നെയും വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല. നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. സമയം ഇത്രയായില്ലേ? അല്ലെങ്കിൽ വേണ്ട, നീ എവിടെയാന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ ദേ ഇറങ്ങാൻ തുടങ്ങുക. നീ വെച്ചോ. അയാൾ ഫോൺ കട്ട് ചെയ്ത് ചുറ്റുമുള്ള ആ ഏകാന്തതയിലേക്ക് ലയിച്ചു ചേർന്നു. ചിന്തകൾ അയാളെ വീണ്ടും ചുറ്റി വരിഞ്ഞു. ശ്രീഹരി അയാൾ ഇങ്ങനെയാണ്. ആരും പോകാൻ മടിക്കുന്ന വഴികൾ തേടിപ്പിടിച്ച് നടന്നു പോകുന്ന ഒരാൾ. ദുരൂഹത നിഴലിക്കുന്ന ഇടങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ചും കടന്നു ചെല്ലാൻ മടിയില്ലാത്തൊരാൾ. ജീവനുള്ള ആത്മാക്കളെക്കാൾ അയാൾ തേടുന്നതൊക്കെയും ജീവനില്ലാത്ത, ശരീരമില്ലാത്ത നിഴലുകളെയായിരുന്നു. കാരണം അയാൾക്ക് വേണ്ടത് കഥകളാണ്, പരേതാത്മാക്കളുടെ കഥകൾ. സഫലമാവാത്ത ആഗ്രഹങ്ങൾ, മണ്ണിൽ ബാക്കി വെച്ച് അലഞ്ഞു തിരിയുന്ന ആത്മാക്കളുടെ കഥയല്ല. മരണത്തിൽ നിന്നുപോലും ഉയർത്തെഴുന്നേറ്റ് ഇരുട്ടിന്റെ മറവിലെത്തുന്ന പ്രതികാരദാഹിയായ ആത്മാക്കളുടെ കഥ. ഏറ്റവും മികച്ച ഓൺലൈൻ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ശ്രീഹരി. ഫേസ്ബുക്കിൽ അയാൾ പ്രസിദ്ധീകരിക്കുന്ന കഥകൾക്ക് വായനക്കാർ ഒരുപാടായിരുന്നു. സാഹിത്യ ഗ്രൂപ്പുകളിലും അയാൾക്ക് ആരാധകരുണ്ടായിരുന്നു. സമകാലിക സംഭവങ്ങളുമായി ഇഴുകിച്ചേർന്ന കഥകളായിരുന്നു ശ്രീഹരിയുടേത്. പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നമ്മൾ കണ്ടുമറന്ന പലരുടെയും മുഖമായിരുന്നു ശ്രീഹരിയുടെ കഥയിലെ കഥാപാത്രങ്ങൾക്ക്. വാർത്തകളിൽ ദാരുണമായി മരിച്ചു വീഴുന്ന പലരും അയാളുടെ കഥയിലൂടെ ദുരാത്മാക്കളായി പുനർജനിക്കും. അതുകൊണ്ടായിരിക്കാം അയാളുടെ കഥകൾ വായനക്കാരെ പിടിച്ചിരുത്തുന്നതും. ഇരുട്ടിന്റെ മറവിൽ ഭയപ്പെടുത്താനെത്തുന്ന രൂപങ്ങൾ പലതും ആരുടെയൊക്കെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ സൃഷ്ടികളാണെന്ന് മറ്റാരേക്കാളും നന്നായി അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആരും കടന്നുപോകാത്ത വഴികൾ അയാൾ തേടിപ്പിടിക്കുന്നതും. ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് കഥ എഴുതാൻ അയാൾക്ക് പറ്റിയ സ്ഥലം അതൊക്കെയായിരുന്നു. കുറച്ചു കാലമായിട്ട് അക്ഷരങ്ങളായിരുന്നു അയാളുടെ കൂട്ട്. പ്രാണന്റെ പകുതിയായി തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കാത്തിരുന്നവളെ മരണത്തിന്റെ രൂപത്തിൽ വിധി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആകെ തകർന്നുപോയി ശ്രീഹരി. പിന്നീട് അയാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ അക്ഷരങ്ങളിലൂടെയായിരുന്നു. ഫേസ്ബുക്കിലെ കഥകളും സൗഹൃദങ്ങളും പ്രശംസകളും വിമർശനങ്ങളുമൊക്കെയായി അയാൾ തീർത്തും ഒതുങ്ങിപ്പോയി. അതുകൊണ്ടായിരിക്കും അത്രത്തോളം അക്ഷരങ്ങൾ അയാൾക്ക് ലഹരിയായി മാറിയത്. ഇടവിട്ട് വീശിക്കൊണ്ടിരുന്ന തണുത്ത കാറ്റിൽ ചുറ്റുമുള്ള മരത്തിന്റെ ശിഖരങ്ങൾ ഇളകിക്കൊണ്ടിരുന്നു. അയാൾ താഴെ ജലപ്പരപ്പിലേക്ക് കണ്ണ് നട്ടിരുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. കൂട്ടിന് അവളുടെ ഓർമ്മകളുണ്ട്. ഉമ്മയുടെ, അവൻ്റെ പ്രിയപ്പെട്ടവളുടെ. ഇരുട്ടിന്റെ കൂട്ടുപിടിച്ച് അവൾ എന്തെങ്കിലും തൻ്റെ അരികിലെത്തിയിരുന്നെങ്കിലെന്ന് അയാൾ ആഗ്രഹിക്കാറുണ്ട്. ചിന്തകളിൽ വീണ്ടും ഇരുട്ട് കയറി തുടങ്ങിയപ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അയാൾ അതെടുത്തു നോക്കി. പതിവ് പോലെ ഫേസ്ബുക്കിൽ വന്ന കഥകളുടെ അഭിപ്രായങ്ങളായിരുന്നു. ദിനം പ്രതി അയാളെ തേടിയെത്തുന്ന സുഹൃത്തുക്കൾക്ക് കണക്കില്ലായിരുന്നു. യക്ഷിക്കഥകളായതുകൊണ്ടാവാം തേടിയെത്തുന്നത് പലതും പെൺകുട്ടികളായിരുന്നു. സന്ദേശങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടു. ആരോ തനിക്കരികിലേക്ക് നടന്നു വരുന്നത് പോലെ. അവൻ മുഖമുയർത്തി നോക്കി. ഇല്ല, ആരുമില്ല. പതുക്കെ എഴുന്നേറ്റ് അവൻ ബുള്ളറ്റിന്റെ അടുത്തേക്ക് നടന്നു.
അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. ഇരുട്ടിന്റെ ആത്മാവെന്ന വ്യാജ ഐഡിയിൽ കഥകൾ എഴുതുന്ന എഴുത്തുകാരൻ തൻ്റെ മകൻ ഹരിയാണെന്ന് അച്ഛനുണ്ടോ അറിയുന്നു. കുറച്ചിടം നടന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറഞ്ഞു. ആരോ ചെവിയിൽ വന്ന് പറയുന്നത് പോലെ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വഴിവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവനത് കണ്ടു. പാലത്തിന്റെ മുകളിൽ അയാൾ കുറച്ചു മുൻപ് നിന്നയിടത്ത് ഇപ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവൾ താഴേക്ക് നോക്കിക്കൊണ്ട് അനങ്ങാതെ നിൽക്കുന്നു. അവനൊന്ന് ഞെട്ടി. അവളുടെ അഴിച്ചിട്ട മുടിയിഴകൾ കാറ്റിൽ പാറി നടന്നു. അവൾ പതുക്കെ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ തൊണ്ട വരണ്ടു തുടങ്ങി. നെഞ്ചു പടപടായിടിക്കുന്നു. അപ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ അവൾ ആ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി. അവൻ ഒച്ച വെച്ചുകൊണ്ട് പാലത്തിന്റെ അരിയിലേക്ക് ഓടിയെത്തി. താഴേക്ക് നോക്കിയപ്പോ അവൾ വെള്ളത്തിൽ കിടന്ന് തല്ലിപ്പടയ്ക്കുന്നു. അവൻ ചുറ്റും നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. അവൾ ആഴത്തിൽ മുങ്ങി താഴുന്നത് കണ്ടപ്പോ മറ്റൊന്നും നോക്കാതെ അവൻ താഴേക്ക് എടുത്തു ചാടി. വെള്ളത്തിൽ നിന്ന് പൊങ്ങി അവൻ ചുറ്റും നോക്കി. പക്ഷേ കുറച്ചു മുൻപ് വരെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ അവൻ കണ്ടില്ല. ഒന്ന് മുങ്ങി നിവർന്ന് അവൻ ചുറ്റും കണ്ണോടിച്ചു. ആ വെള്ളത്തിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. അപകടം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി കൈകാലിട്ടടിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങി അവൻ മുകളിലേക്ക് നോക്കി. ഒറ്റ നിമിഷം കൊണ്ട് ആകാശത്തും അവന്റെ ഇടനെഞ്ചിലും ഒരുമിച്ചൊരു ഇടിവെട്ടി. കൊടുങ്കാറ്റിൽ മരച്ചില്ലകൾ ഇളകി മറിഞ്ഞു. കുറച്ചു മുൻപ് വെള്ളത്തിലേക്ക് എടുത്തിയാടിയ പെൺകുട്ടി ഇപ്പോൾ പാലത്തിന് മുകളിൽ നിന്ന് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. രക്ഷിക്കാൻ വേണ്ടി അവൻ ആരെയൊക്കെയോ വിളിച്ച് കരഞ്ഞു. സർവശക്തിയുമെടുത്ത് അവൻ കരയിലേക്ക് നീന്തി. കൈകാലുകൾ തളരുന്നു. ഭയം തലച്ചോറിൽ ഇരച്ചു കയറി. വെള്ളത്തിൽ നിന്ന് വലിയ കുമിളുകൾ പൊങ്ങുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോ അടിയിലൂടെ നീന്തി വന്ന് അവന്റെ കാലിൽ പിടുത്തമിട്ടു. അവൻ കാലുകൾ വിടുവിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവനത് കഴിഞ്ഞില്ല. ജീവനു വേണ്ടി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്തോറും ആരോ കാലിൽ പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ ആ ചുഴികളിൽ അകപ്പെട്ട് താഴ്ന്നു പോയി. അപ്പോഴും പാലത്തിന് മുകളിൽ ആ പെൺകുട്ടി അവനെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ശ്രീഹരി ഹോസ്പിറ്റലിൽ ഐസിയുവിലായിരുന്നു. ബെഡിൽ കിടന്നുകൊണ്ട് അവൻ ചുറ്റിനും കണ്ണോടിച്ചു. കാഴ്ച തെളിയുന്നില്ല. ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയതായിരുന്നു. പിന്നെ എങ്ങോട്ടാണ് പോയത്? അവിടെ എന്താണ് സംഭവിച്ചത്? ഒന്നും ഓർമ്മയിൽ തെളിഞ്ഞില്ല. ഓർക്കാൻ തുടങ്ങുമ്പോഴേക്കും കണ്ണടഞ്ഞു പോകുന്നു. തലയ്ക്ക് പിന്നിൽ ശക്തമായ വേദന. വീണ്ടും കണ്ണുറന്നപ്പോൾ അമ്മയുടെ ശബ്ദം കേട്ടു. അവൻ മുഖമുയർത്തി അമ്മയെ നോക്കി. താൻ കിടക്കുന്ന ബെഡിനരികെ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഇടറിയ ശബ്ദത്തിൽ പതിയെ വിളിച്ചു, അമ്മേ. അവന്റെ നെറുകയിൽ കൈവച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, എന്തിനാ മോനെ നീ ഈ കടുങ്ങുകയൊക്കെ ചെയ്തത്? ഈ അമ്മയെക്കുറിച്ചെങ്കിലും നിനക്കൊന്നും ഓർക്കായിരുന്നില്ലേ? അവൻ പുരികം ചുളിച്ചു. ഒന്നും മനസ്സിലാവാതെ അവൻ അമ്മയെ നോക്കി. പിന്നെ ഓർമ്മകളെ ഒരിക്കൽ കൂടി പിന്നോട്ടോടിച്ചു. ഇന്നലെ നടന്നത് ഓരോന്നായി അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഒടുവിൽ പാലത്തിന് മുകളിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന തന്നെ നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടിയും അവൻ ഓർമ്മ വന്നു. എല്ലാം ഓർമ്മ വന്നപ്പോൾ അവന്റെ നെഞ്ചിടിച്ചു. കണ്ണിൽ ഇരുട്ട് കയറി. സത്യമേതാ മിഥ്യ ഏതാന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. എന്തോ അമ്മയോടായി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ അകത്തേക്ക് കയറി വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? അവന്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. അവൻ മറുപടിയായി ഒരു പുഞ്ചിരി കൊടുത്തു. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ ഡോക്ടർ അവനോട് ചോദിച്ചു, ശ്രീഹരി എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? ഹരി ഞെട്ടലോടെ ഡോക്ടറെ തുറിച്ചു നോക്കി. അല്ല, തനിക്കത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ വേണ്ട, പറയണ്ട. ഡോക്ടർ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ല പുഴയിൽ ചാടിയത്. പിന്നെ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വെള്ളത്തിലേക്ക് ചാടിയത്. അവന്റെ മറുപടി കേട്ടപ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ അവർ പരസ്പരം നോക്കി. എന്നിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടില്ല. ആഴത്തിലേക്ക് പോയി കുറെ മുങ്ങിത്തപ്പി, പക്ഷെ കണ്ടുകിട്ടിയില്ല. ഒടുവിൽ അവൻ പറഞ്ഞു നിർത്തി. ബാക്കി പറഞ്ഞാൽ ഒരു പക്ഷേ അവർ വിശ്വസിച്ചെന്ന് വരില്ല. ഡോക്ടർ കുറെ നേരം അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മോനെ, എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? വേണ്ട, ഡോക്ടർ അമ്മയെ തടഞ്ഞു. അയാൾ ബാക്കി പറയട്ടെ. എത്ര വയസ്സുള്ള പെൺകുട്ടിയാണ് ഇയാൾ കണ്ടത്? ഒരു 18 or 19. അതിൽ കൂടുതൽ പ്രായം വരില്ല. അവളുടെ മുഖം ശ്രീഹരി ശരിക്കും കണ്ടോ? ഇല്ല, നല്ല ഇരുട്ടായിരുന്നുകൊണ്ട്
മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല. എന്തൊക്കെയോ മനസ്സിൽ ഊഹിച്ചെടുത്ത ഭാവത്തിൽ ഡോക്ടർ പറഞ്ഞു, ശരി, താൻ റെസ്റ്റ് എടുത്തോളൂ, ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് വരാം. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു വന്ന കുറച്ച് പോലീസുകാരാണ് അവനെ രക്ഷിച്ചത്. പാലത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നത് കണ്ടിട്ട് ഓടിച്ചെന്നാണെന്ന് അവർ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഞാൻ വരുന്നത് വരെ അവരാ ഇവിടെ നിന്നത്. പെൺകുട്ടിയുടെ കാര്യമൊന്നും അവർ പറഞ്ഞു കേട്ടില്ല. ICUവിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അമ്മ ഡോക്ടറോട് പറഞ്ഞു, പുറത്ത് അച്ഛനും ജിത്തുവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ലടോ, അയാൾക്ക് ബോധം വന്നു. അപ്പോൾ അവരുടെ മുഖത്ത് നേരിയ ഒരു ആശ്വാസം കണ്ടു. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഈ ശ്രീഹരിയുടെ സ്വഭാവം എങ്ങനെയാണ്? മുൻപൊക്കെ എല്ലാവരോടും സംസാരിക്കുന്ന, പെട്ടെന്ന് അടുക്കുന്നൊരു പ്രകൃതമായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് അവൻ വല്ലാതെ ഒതുങ്ങിപ്പോയി. ഞങ്ങളോട് പോലും അധികം സംസാരിക്കാറില്ല. ഏത് നേരവും മൊബൈൽ ഫോണും നോക്കി മുറിയിലെങ്ങനെ ഇരിക്കും. രാവിലെ ജോലിക്ക് പോവും. ഈ ജിത്തു അല്ലാതെ അവന് വേറെ സുഹൃത്തുക്കളുണ്ടോയെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഈ ശ്രീഹരിയുടെ മനസ്സിനെ തന്നെ മാറ്റിമറിച്ച എന്തെങ്കിലും ഒന്ന് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉവ്വ്, ജിത്തുവാണ് മറുപടി പറഞ്ഞത്. അവൻ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. 2 വർഷം മുമ്പ് ആ പെൺകുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷമാണ് അവൻ ഇങ്ങനെയായത്. എന്തോ പറയാൻ ഭാവിച്ച് പിന്നെ സ്വയം വേണ്ട എന്ന് വെച്ച് ഡോക്ടർ മുന്നോട്ട് നടന്നു. ഇന്നലെ സംഭവിച്ച ഓരോന്നും വീണ്ടും വീണ്ടും ആലോചിച്ച് ശ്രീഹരി കട്ടിലിൽ കിടന്നു. കണ്ണടയ്ക്കുമ്പോൾ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖമാണ്. ആരും താൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ മരിക്കാൻ ശ്രമിച്ചുവെന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നപ്പോൾ മുറിയിലെ ജനാലയുടെ കുറ്റിയിളകുന്ന ശബ്ദം കേട്ടു. അവൻ കണ്ണു തുറന്നു നോക്കി. തോന്നിയതാവും. വീണ്ടും കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഉറക്കം വന്നില്ല. കണ്ണു തുറന്ന് ജനാലയിലേക്ക് നോക്കിയവൻ ഞെട്ടി. ജനാല ആരോ തുറന്നിട്ടിരിക്കുന്നു. അതിന് ഇപ്പോൾ ആരും മുറിയിലേക്ക് വന്നില്ലല്ലോ. പിന്നെ ഇതെങ്ങനെ? ഇനി കാറ്റുകൊണ്ട് തുറന്നതാണോ? പെട്ടെന്ന് ആ തുറന്നിട്ട ജനലിലൂടെ കാറ്റകത്തേക്ക് കയറി. കാറ്റിൽ മുറിയിലെ കർട്ടനുകൾ പറന്നു കളിച്ചു. മുറിയിൽ ഓണാക്കി വെച്ചിരുന്ന TV പെട്ടെന്ന് ഓഫായി. അവന് എന്തോ അസ്വാഭാവികത തോന്നി. പ്രകൃതി ആരുടെയോ വരവറിയിക്കുന്നത് പോലെ, അന്തരീക്ഷം ആകെ മാറിയതുപോലെ. അവൻ ആ തുറന്നു കിടക്കുന്ന ജനാലയിലേക്ക് നോക്കി. അതിൽ ആരുടെ ഒരു നിഴൽ അവൻ കണ്ടു. നോക്കി നിൽക്കെ ആ നിഴൽ അടുത്തേക്ക് വന്നു. അത് തൊട്ടടുത്ത് എത്താറായപ്പോഴേക്കും സിസ്റ്റർ അകത്തേക്ക് കയറി വന്നു. ജനല് തുറന്നു കിടക്കുന്ന കണ്ടപ്പോൾ അവരും ഞെട്ടി. ഇതാരാ തുറന്നിട്ടത്? അവർ സ്വയം പറഞ്ഞുകൊണ്ട് ജനാല അടച്ചിട്ട് ഹരിയെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് പോയി. അവന്റെ ശ്വാസം വീണ്ടും പഴയ ഗതിയിലായി. അവൻ നേരിയ ഒരു ആശ്വാസത്തോടെ വീണ്ടും ജനാലയിലേക്ക് നോക്കി. അപ്പോൾ അടച്ചിട്ട ജനാലയ്ക്കപ്പുറത്ത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീരൂപം അവൻ കണ്ടു. അവന്റെ തൊണ്ട വരണ്ടു. അവളുടെ കണ്ണുകളിൽ കനല് പോലെ എന്തോ കത്തുന്നുണ്ട്. അവൻ ഉറക്കെ നിലവിളിച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആവുന്നത്ര ശക്തിയെടുത്ത് എഴുന്നേറ്റപ്പോൾ ആരൊക്കെയോ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. ഡോക്ടർ അവിടെ, അവൻ ജനലിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ആരും അവിടെ ഒന്നും കണ്ടില്ല. ഒന്നുമില്ല ശ്രീഹരി, തനിക്ക് തോന്നിയതാണ്. അവനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ഡോക്ടർ വീണ്ടും പുറത്തേക്ക് പോയി. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് ഒന്നുകൂടി ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ കഴിയുന്നില്ല. ശ്രീഹരി ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല. ദീർഘനേരത്തെ മൗനം മുറിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ജിത്തുവിൻ്റെയും കണ്ണുകളിൽ അതിശയം കലർന്ന ഭാവം കണ്ടു. അയാൾ കണ്ടുവെന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ആ പെൺകുട്ടിയുടെ കാര്യവും അതെ. ഇതിന് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയും. ചില കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ തന്നെ മനസ്സുകൊണ്ടും കാണും. പക്ഷേ അത് സത്യമായിരിക്കില്ല, വെറും മിഥ്യയായിരിക്കും. ഇവിടെ ശ്രീഹരി കണ്ടതും അതുപോലൊരു മായക്കാഴ്ചയാണ്. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? ഇതുപോലുള്ള പല കേസുകളും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതാ ശ്രീഹരി എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പഴയ കാമുകിയുടെ മരണം അയാളിൽ വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുറിവ് അയാളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. അതുകൊണ്ടാണ് അയാളുടെ മനസ്സ് പോലും പെട്ടെന്ന് മാറിപ്പോയത്. ഒരുപക്ഷെ അതിൻ്റെ അനന്തരഫലമായിരിക്കും ഈ കണ്ടതൊക്കെ. ഡോക്ടർ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഹരിയുടെ അച്ഛനാണ് ചോദിച്ചത്. ഇത് ചികിത്സിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പം ചെയ്യേണ്ടത് അയാളെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ്. ഈ നഗരമൊക്കെ വിട്ട് നാട്ടിൻപുറങ്ങളോ ഗ്രാമപ്രദേശമോ ഒക്കെ ആയാൽ കുഴപ്പമില്ല. അയാൾക്കും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരിടം. പിന്നെ ഒരു കാര്യം, ഒരിക്കലും
അയാളെ ഒറ്റയ്ക്ക് വിടരുത്. അവനുമായി ഏറ്റവും അടുപ്പുള്ള ഒരാളുടെ ഒപ്പം വേണം അയക്കാൻ. ഒന്ന് ശ്രമിച്ചു നോക്കാലോ. ചിലപ്പോൾ അയാൾ പഴയതുപോലെ ആയാലോ. ശരി ഡോക്ടർ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അതേസമയം കർട്ടനിട്ട് മറച്ച ജനാലയിലേക്ക് ഹരി ഒന്നുകൂടി നോക്കി. അവന് കർട്ടൻ പതുക്കെ നീങ്ങുന്നുണ്ടോ എന്ന് സംശയം തോന്നി. പെട്ടെന്ന് അവനുള്ള മരുന്നുമായിട്ട് ആദ്യം വന്ന സിസ്റ്റർ വീണ്ടും കയറി വന്നു. അവൻ എഴുന്നേറ്റിരുന്നു. അവനെ നോക്കി ചിരിച്ചു. ആ സമയത്ത് ഒരു ഇളം കാറ്റ് മുറിയിലേക്ക് കടന്നു വന്നു. ആ കാറ്റിൽ ജനാലയ്ക്ക് മുന്നിലെ കർട്ടൻ നീങ്ങി. ജനലിന്റെ ചില്ലയിലെ പാളികൾക്ക് വിള്ളൽ വീണിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? സിസ്റ്റർ ചോദിച്ചു. ചുറ്റിനും പരിചിതമില്ലാത്ത എന്തൊക്കെയോ ശബ്ദങ്ങൾ. അവൻ ഒരിക്കൽ കൂടി ആ ജനൽപ്പാളികളിൽ ശ്രദ്ധിച്ചു നോക്കി. മഞ്ഞുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ആ ചില്ലിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു ഒരു പെണ്ണിന്റെ എന്ന് തോന്നിക്കുന്ന 2 കൈയടയാളങ്ങൾ. ബുള്ളറ്റിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ശ്രീഹരിയുടെ മനസ്സിൽ ചിന്തകളുടെ ഒരു കടലിരുമ്പുന്നുണ്ടായിരുന്നു. പാലത്തിന് മുകളിൽ നിന്നും ജനാലയ്ക്കപ്പുറത്തു നിന്നും തന്നെ രൂക്ഷമായി നോക്കിയ ആ പെൺകുട്ടി ആരായിരിക്കും? ജനൽ ചില്ലിൽ തെളിഞ്ഞു കണ്ട ആ കൈയടയാളങ്ങൾ. ആ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ ആ സിസ്റ്ററും തനിക്കൊപ്പം നിന്നായിരുന്നു. എന്നിട്ടും ആരും അത് വിശ്വസിച്ചില്ല. ഇനി അച്ഛനും അമ്മയും പറയുന്ന പോലെ ഇത് വെറും തോന്നലായിരിക്കുമോ? എൻ്റെ കണ്ണുകൾ എന്നെ ചതിക്കുമോ? ഇല്ല, ഞാൻ കണ്ടതാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ഉടനെ ആ പാലവും പുഴയൊക്കെ ഒരിക്കൽ കൂടി കാണണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ചിറ്റമ്മ അച്ഛനെ വിളിച്ചിരുന്നു. അടുത്ത മാസം അവരുടെ മകൾ അനാമികയുടെ വിവാഹമാണ്. അതിൻ്റെ തിരക്കിലാണ് അവിടെ എല്ലാവരും. അവരെ സഹായിക്കാനും അത്യാവശ്യം അവിടുത്തെ കൃഷിപ്പണികൾ നോക്കി നടത്താൻ ചെറിയച്ഛനെ സഹായിക്കാനുമൊക്കെയായി നേരത്തെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീഹരിയെ അയച്ചേക്കാമെന്ന് അച്ഛൻ അവരോട് പറയുകയും ചെയ്തു. തന്നോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ പോകുന്നില്ലെന്ന് പറയാൻ ആദ്യം തോന്നിയതാണ്. പിന്നെ അനുവിനെ ഓർത്തിട്ടാണ്. അവൾ എനിക്ക് അനിയത്തി തന്നെയാണ്. അവളുടെ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ അങ്ങനെ പറയാൻ തോന്നിയില്ല. തന്നെ മനഃപൂർവ്വം എല്ലാവരും ചേർന്ന് ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് പോലെ തോന്നി അവന്. അച്ഛൻ എന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലാതായോ? അല്ലെങ്കിൽ പോകുമ്പോൾ ജിത്തുവിനെ കൂടി കൂട്ടാൻ അച്ഛൻ പറയില്ലായിരുന്നല്ലോ. ഇറങ്ങുമ്പോൾ അച്ഛൻ ബൈക്കിൻ്റെ താക്കോല് എൻ്റെ കയ്യിൽ തരാതെ നേരെ അവനെയാണ് ഏൽപ്പിച്ചത്. ഇനി എങ്ങോട്ടാ? വണ്ടി കവലയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ജിത്തു അവനോട് ചോദിച്ചു. അപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നുണർന്നത്. നേരെ ഇടത്തോട്ട്. കുറേ ആയല്ലോ ഇടത്തോട്ടും വലത്തോട്ടും. ഇതിനൊരു അവസാനമില്ലേ? അതല്ലേ നിന്നോട് പറഞ്ഞേ ഞാൻ വണ്ടി ഓടിക്കാന്ന്. അത് വേണ്ട. നിന്റെ കയ്യിൽ ഇനി താക്കോല് തരരുതെന്ന് നിന്റെ അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജിത്തു വീണ്ടും വണ്ടി മുന്നോട്ടേക്കെടുത്തു. ശ്രീഹരി അപ്പോഴാണ് ചുറ്റുമുള്ള കാഴ്ചകൾ ശ്രദ്ധിക്കുന്നത്. കാലങ്ങൾക്ക് ശേഷമാണ് താൻ ഇവിടെ വരുന്നത്. വേണാട്ടുപുരം, സ്വന്തം അമ്മയുടെ നാട്. നഗരത്തിന് നടുവിലെ ഒരു കൊച്ചു ഗ്രാമം. പ്രളയം വന്ന് പകുതിയിലേറെ കവർന്നെടുത്തു കൊണ്ടുപോയിട്ടും ഈ നാടിപ്പോഴും സുന്ദരിയാണ്. എന്തുകൊണ്ടാണ് വികസനം എന്ന കരിനിഴൽ ഈ നാടിന് മുകളിൽ വീഴാത്തതെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പോഴും പഴമയുടെ ഭംഗി. ജിത്തു ആ പഴയ വീടിന് മുന്നിൽ കൊണ്ടുപോയി ബുള്ളറ്റ് നിർത്തി. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ വീട് മൊത്തത്തിലൊന്ന് നോക്കി. കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടതാണ്. ആ വീടിനിപ്പോഴും പഴയ പ്രൗഢിയും ഭംഗിയൊക്കെ ഉണ്ട്. മുറ്റത്ത് നിറയെ മുത്തങ്ങയും കറുകപ്പുല്ലും പടർന്നു പിടിച്ച് കാട് കയറി. ഏപ്രിൽ മാസം ആയതുകൊണ്ട് മുറ്റത്തെ കൊന്നമരത്തിൽ നിന്ന് പൂക്കൾ വീണ് നിലത്ത് ചിതറിക്കിടക്കുന്നു. അടിച്ചു വാരിയിട്ട് ദിവസങ്ങളായി കാണും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വത്ത് ഭാഗം വെപ്പിന്റെ പേരിൽ ചെറുതായി ഒന്ന് അമ്മ സഹോദരങ്ങളുമായി തെറ്റിയതിനു ശേഷം പിന്നെ വീട്ടിൽ നിന്ന് ആരും ഇവിടേക്ക് വരാറില്ലായിരുന്നു. പിന്നീട് വിളിക്കുന്നത് അനാമികയുടെ കല്യാണം പറയാനാണ്. അതങ്ങനെയാണല്ലോ. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കല്ലേ ബന്ധുക്കളെ വേണ്ടത്. അവരെ കണ്ടപ്പോൾ ചിറ്റം അകത്തു നിന്ന് ഇറങ്ങി വന്നു. നിങ്ങള് രാവിലെ എത്തുന്നു കരുതി. രാവിലെ വരാനിരുന്നതാ, പിന്നെ ഇറങ്ങിയപ്പോൾ വൈകിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. അനുവിടെ മുത്തശ്ശി? അവള് ക്ലാസ്സിൽ പോയി. അവൻ ജിത്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി. രണ്ടാളും അകത്തേക്ക് വാ. പണ്ടിവിടെ വന്നു നിൽക്കാറുണ്ടായിരുന്നപ്പോ അവൻ കിടന്നിരുന്ന മുകളിലത്തെ മുറി അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. മുറിയിലെത്തിയ ഉടനെ ശ്രീഹരി പുറത്തേക്കുള്ള ജനാല തുറന്നിട്ടു. ആ ജനാലയ്ക്കപ്പുറത്തെ കാഴ്ചകൾ അവന് മുന്നിൽ ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെട്ടു. ഒന്നും മാറിയിട്ടില്ല, ഒന്നും. ഈ നാടാണ് അവന്റെ ബാല്യകാലത്തെ അവധി ദിനങ്ങൾ മനോഹരമാക്കിയത്, അവന്റെ ഭാവനകളെ ഉണർത്തിയത്, അവനിലെ കഥാകാരനെ കണ്ടെത്തിക്കൊടുത്തത്. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും തിങ്ങി നിൽക്കുന്ന നാട്. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും ഓരോ പഴങ്കഥകൾ പറയാനുണ്ടാവും. ചുറ്റോട് ചുറ്റിനും അമ്പലങ്ങളും അമ്പലത്തിനു മുന്നിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരങ്ങളും സർപ്പക്കാവുകളും കളമെഴുത്തും പാട്ടും എല്ലാം തനിക്കെന്നും അടങ്ങാത്ത അത്ഭുതമായിരുന്നു.
മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് അന്ന് കേട്ട കഥകൾ ഇപ്പോഴും രാത്രികളിൽ ഉറക്കം കെടുത്താറുണ്ടായിരുന്നു. പാലമര ചൂട്ടിൽ ആഗതന്റെ വരവും കാത്തു നിൽക്കുന്ന രക്തദാഹിയായ യക്ഷിയുടെ കഥ, പിച്ചിപ്പൂ മാല കോർത്ത് ഗന്ധർവനെ കാത്തിരുന്ന കന്യകയുടെ കഥ, കാവിലെ ചിതൽപുറ്റിനുള്ളിലെ നാഗമാണിക്യം കാക്കുന്ന 5 തലയുള്ള സർപ്പത്തിന്റെ കഥ. ഈ കഥകളൊക്കെയാണ് തൻ്റെ ഉള്ളിൽ ആദ്യം ഭാവനയുടെ വിത്തിട്ടത്. അതെ, ഇവിടെ നിന്ന് തന്നെയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഇപ്പോൾ ഈ യാത്രയും കേവലം ഒരു തുടക്കം മാത്രമാണെന്ന് മനസ്സ് പറയുന്നത് പോലെ. തോർത്തും കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ജിത്തുവിൻ്റെ ഒപ്പം അവൻ പുറത്തേക്കിറങ്ങി. നീ ഇതെങ്ങോട്ടാ? കുളിക്കാനകത്ത് കുളിമുറിയിൽ വെള്ളമുണ്ടല്ലോ. ചിറ്റമ്മയാണ് ചോദിച്ചത്. ഞാൻ ചിറയിൽ പോയി കുളിക്കാന്ന് വെച്ചിട്ടാ. കുറേ നാളായില്ലേ അവിടേക്കൊന്ന് ഇറങ്ങി കുളിച്ചിട്ട്. അത് പറഞ്ഞപ്പോൾ ചിറ്റമ്മയുടെ മുഖം പെട്ടെന്നൊന്ന് മങ്ങി. അത് വേണ്ട, ആ ചെറിയിലിപ്പോ ആരും ഇറങ്ങി കുളിക്കാറില്ല. അതെന്താ? മുൻപ് ഞാനിവിടെ വരുമ്പോൾ ആ ചിറയിൽ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നതല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ആരും അവിടേക്ക് പോവാറില്ല എന്ന് മാത്രമല്ല, ആ വഴി പോലും ആരും നടക്കാറില്ല. അതൊന്ന് തേവിട്ട് പോലും നാളുകളായി. തൽക്കാലം നീ അകത്ത് കുളിക്കേ. മറ്റൊന്നും പറയാതെ അവർ അടുക്കളയിലേക്ക് പോയി. അവര് പണ്ടേ അങ്ങനെയാണ്, ഉള്ളിൽ സംശയം ജനിപ്പിക്കും പോലെ സംസാരിക്കൂ, ഒന്നും മുഴുമിപ്പിക്കാറില്ല. അവര് പോയി കഴിഞ്ഞപ്പോൾ അവൻ ഇതെല്ലാം കേട്ടുകൊണ്ട് മൗനിയായി നിന്നിരുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, ചിറ്റമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ഇപ്പോ ആരും ആ ചിറയുടെ ഭാഗത്തേക്ക് പോവാറില്ലേ? ഇല്ല മോനെ, ഇപ്പോ ആരും അങ്ങോട്ട് പോവാറില്ല. മുത്തശ്ശി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അതെന്താ മുത്തശ്ശി? അതോ, 1 വർഷം മുമ്പാണ് ഒരു അയ്യര് പെൺകുട്ടി ആ കുളത്തിലേക്ക് എടുത്തിയാടി ആത്മഹത്യ ചെയ്തത്. എന്തിന്? അതൊന്നും എനിക്കറിയില്ല. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോലും അറിയണ്ടാവില്ല. ആരോടും പറയാതെ പെട്ടെന്നൊരു രാത്രി ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്തു. അത്രയും അറിയാം. മരിച്ചതിന് ശേഷവും രാത്രികളിൽ പലരും ആ കുട്ടിയെ ആ ചിറയുടെ അടുത്ത ഭാഗങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സത്യമാണോ അതോ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് ആർക്കറിയാം. പുസ്തകങ്ങളും എടുത്ത് വരാന്തയിൽ വന്നിരുന്നപ്പോഴും ശ്രീയുടെ മനസ്സിൽ ആ ചിന്തയായിരുന്നു. പറഞ്ഞതെല്ലാം സത്യമാണോ അതോ കെട്ടുകഥകളോ? കെട്ടുകഥകളെന്ന് വിശ്വസിക്കാൻ ഇനി തനിക്ക് കഴിയില്ലല്ലോ. കുറച്ച് നാളുകൾക്കിടയിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയം വന്ന് മനസ്സിന് മൂടും. ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അയാൾ പുറത്തേക്ക് നോക്കിയിരുന്നു. സന്ധ്യ മയങ്ങുമ്പോൾ വീശുന്ന കാറ്റേൽക്കാൻ അവൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ജനലിനപ്പുറത്ത് ആ കൊച്ചു വീട്ടിലേക്ക് അവൻ്റെ നോട്ടമുടക്കി. ഓടിട്ട ആ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് ചാഞ്ഞു കിടന്ന നാട്ടുമാവിൽ നിറയെ മാങ്ങ കുലകുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള വേലിപ്പടർപ്പിൽ പല നിറത്തിലുള്ള ബൊഗൈൻ വില്ലകൾ. അവൻ കൗതുകത്തോടെ അവിടേക്ക് നോക്കി നിൽക്കെ ഉമ്മറത്തെ വാതിൽ തുറന്ന് ഒരു പെൺകുട്ടി പുറത്തേക്കിറങ്ങി വന്നു. മുറ്റത്തെ തുളസി തറയിൽ വിളക്ക് വെക്കാൻ വന്നതായിരുന്നു അവൾ. വിളക്കിന്റെ പ്രകാശം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഈ കുട്ടിയോട് ചോദിച്ചാൽ ആ മാവിലെ മാങ്ങ പറിക്കാൻ പറ്റുമോ എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നിൽ നിന്നൊരു വിളി കേട്ടു. ശ്രീയേട്ടാ. ഉമ്മയല്ലാതെ അവനെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അനാമിക. ആ, എത്തിയോ കല്യാണ പെണ്ണ്? അവൻ കുറേ നേരം അവളുടെ വിശേഷങ്ങൾ കേട്ടിരുന്നു. അവൾ അങ്ങനെയാണ്, വർത്തമാനം തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അവൻ്റെ പുതിയ വിശേഷങ്ങൾ അവളോടിപ്പോൾ പറയേണ്ടെന്ന് തോന്നി. പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. ഇടയ്ക്കെപ്പോഴോ അവൻ്റെ നോട്ടം പാളി ആ വീടിൻ്റെ മുറ്റത്തേക്ക് വീണു. അവിടെ നിന്നിരുന്ന ആ പെൺകുട്ടി അകത്തേക്ക് കയറിപ്പോയി കാണണം. അനു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ശ്രീയേട്ടാ? ഇവിടെ അടുത്തുള്ള ചിറയിൽ ഒരു പട്ടത്തിക്കുട്ടി മുങ്ങി മരിച്ചില്ലേ? ഓ, അത് ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? മുത്തശ്ശി പറഞ്ഞു അതിനുശേഷം ആ ചിറയിൽ ആരും കുളിക്കാൻ പോകാറില്ലെന്ന്. ആ കുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ആ ഭാഗത്ത് ചുറ്റിത്തിരിയുന്നുണ്ടെന്ന്. അതൊക്കെ ചുമ്മാതായേട്ടാ. പിന്നെ ആ കുട്ടി മുങ്ങി മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ കാരണം ഇതുവരെ ആർക്കും അറിയില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നിട്ട് പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ കൂട്ടുകാരിയായിരുന്നു അവള്? എന്തായിരുന്നു അവളുടെ പേര്? താമസി. താമസി. ഒരു കാരണവുമില്ലാതെ ഒരാൾ ആത്മഹത്യ ചെയ്യോ? എനിക്കറിയില്ല ഏട്ടാ. അനാമികയുടെ കണ്ണുകൾ കലങ്ങി. പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ജനലിനപ്പുറത്തെ വീട് ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഏട്ടാ, ഇതായിരുന്നു താമസിയുടെ വീട്. അവളുടെ മരണത്തിന് ശേഷം അവളുടെ അച്ഛനും അമ്മയും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ അവിടെ ആരും താമസമില്ല. ഇടിമിന്നലേറ്റ പോലെയായി ശ്രീഹരിക്ക്.
എന്താ ആ വീട്ടില് ഇപ്പോഴാരും താമസമില്ലേ? ഇല്ല, കുറെ നാളായി ഇങ്ങനെ കിടക്കുന്നു. അപ്പോ ഞാൻ കണ്ട ആ പെൺകുട്ടിയോ? അവൻ മനസ്സിൽ ചോദിച്ചു. എന്താ ശ്രീയേട്ടാ? അവൾ അവന്റെ തോളിൽ കൈവച്ചു. ഒന്നുമില്ലാനു. അകത്ത് നിന്ന് ചിറ്റമ്മ വിളിച്ചപ്പോ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൻ അവിടേക്ക് ഒരിക്കൽ കൂടി നോക്കി. തുളസിത്തറയിൽ അവൾ വെച്ച വിളക്കും അതിൽ കത്തി നിന്ന ദീപവും അവിടെ കണ്ടില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ തേടി വന്ന കാറ്റ് അവിടെയാകെ വീശിയടിച്ചു. നിയോഗമായിരുന്നുവെല്ലാം തന്നെ ഇവിടെ എത്തിച്ചതുപോലും. എന്റെ തീരുമാനം തെറ്റിയില്ല. അവൻ മനസ്സിൽ പറഞ്ഞു. ഈ യാത്ര ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന വലിയൊരു ആപത്തിന്റെ തുടക്കം.